MG യൂണിവേഴ്സിറ്റി 2016 വരെയുള്ള ആളുകളുടെ സിലബസിൽ ഇംഗ്ലീഷിന്റെ കോമൺ കോഴ്സ് പേപ്പർ ക്രിട്ടിക്കൽ തിങ്കിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സെം 1-ലാണെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ സ്കിൽസ് എന്നുള്ളത് സെം 2-ലുള്ള ഒരു ഇംഗ്ലീഷ് പേപ്പറാണ്. തീർച്ചയായിട്ടും MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ BA BCom ഇംഗ്ലീഷ് കോമൺ കോഴ്സിലാണ് അത് വരിക. എന്താണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ വിമർശന ചിന്ത എന്ന് നമുക്ക് നോക്കാം. അതില് പല കാര്യങ്ങൾ ടെക്സ്റ്റിന്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഓരോന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതം പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളാത്തതാണെന്ന് ഒരിക്കൽ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അപ്പോളജി എന്ന പുസ്തകത്തില് പ്ലേറ്റോയാണ് ഈ കാര്യം അത് സൂചിപ്പിച്ചത്. തന്റെ ഗുരുവായ സോക്രട്ടീസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. ജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ജീവിതത്തിൽ നടന്നതും തന്റെ ജീവിതത്തിൽ നടന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടന്നതുമായ സംഭവങ്ങളെ വിശകലനം ചെയ്യും. ശരിയും തെറ്റും പാഠം പഠിക്കും. അങ്ങനെ അയാൾ കൂടുതൽ വിവേകശാലിയും കൂടുതൽ ബുദ്ധിപരമായി പെരുമാറുന്നവനും കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവനും ആയി മാറും. ഇതിന് അനുഭവങ്ങളെ വിമർശനമായി പരമായി സമീപിക്കുമ്പോഴാണ് ഇത് സാധിക്കുക. അതായത് ഏത് ജീവിത സാഹചര്യത്തെയും യുക്തിയുക്തമായി കാര്യകാരണ സഹിതം എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെ നമ്മൾ വിവേകപൂർവ്വം വളരെ ജുഡീഷ്യസ് ആയിട്ട് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോ ചോദ്യം ചോദിക്കുന്നവനാണ് യുക്തിപൂർവം ചോദ്യം ചോദിക്കുന്നവനാണ് വിശകലന ചിന്തയും വിമർശന ചിന്തയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നർത്ഥം. എ പേഴ്സൺ ഹു ആസ്ക്സ് ക്വസ്റ്റ്യൻസ് സച്ച് ആസ് വൈ ദീസ് തിങ്സ് ഹാപ്പൻ, അയാളാണ് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നത്. ഒരാളോട് വിമർശനാത്മകമായി ചിന്തിക്കുക, എന്തുകൊണ്ട് ഞാൻ പുകവലിക്കരുത്, എന്തുകൊണ്ട് അബോർഷൻ അധാർമികമാണ്, ഗർഭചിത്രം അധാർമികമാണ്, എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം അയാൾ കണ്ടെത്തുകയും വേണം. അങ്ങനെ ബുദ്ധിപരമായ ഒരു പക്വതയാർജിച്ച മനസ്സ്, അതാണ് തീർച്ചയായിട്ടും ഒരാൾ രൂപപ്പെടുത്തുന്ന വിമർശന ചിന്തകളുടെ ഫലമായി അയാളിൽ രൂപപ്പെടുക. ഈ വിമർശന ചിന്തയുടെ നേട്ടങ്ങൾ എന്താണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഇത് ക്രിട്ടിക്കൽ തിങ്കിങ് എനേബിൾസ് അസ് ടു റിഫ്ലക്ട് റാഷണലി, യുക്തിപരമായി നമ്മുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നു എന്നതാണ് അതിന്റെ ഗുണം. എ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, ഒരു ചോദ്യം ചോദിക്കാനുള്ള മനോഭാവം എപ്പോഴും നമ്മളെ കൂടുതൽ മാനസിക വികാസമുള്ളവരായി മാറ്റുവാൻ നമ്മളെ സഹായിക്കുന്നു. എ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഓൾവേസ് ഹെൽപ്സ് അസ് ടു ഡെവലപ്പ് അവർ സെൽഫ്. ഇറ്റ് എനേബിൾസ് അസ് ടു എക്സസൈസ് ഗുഡ് റാഷണൽ ജഡ്ജ്മെന്റ്. അപ്പോൾ ഒരു സംഭവത്തെ കുറിച്ചുള്ള നമ്മുടെ ജഡ്ജ്മെന്റ് കൂടുതൽ നല്ലതും കൂടുതൽ യുക്തിഭദ്രവുമായി മാറുന്നു എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഹെൽപ്സ് അസ് ടു തിങ്ക് ഫോർ അവർസെൽവ്സ്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു. അതായത് ഒരു വിമർശന ചിന്തകൻ, ഒരു ക്രിട്ടിക്കൽ തിങ്കർ എന്താണ് ചിന്തിക്കുക, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്, ഏതാണ് ഞാൻ തള്ളിക്കളയേണ്ടത്, ഏതാണ് പ്രധാനമല്ലാത്തത്, ഏതാണ് ജീവിതത്തിൽ ഞാൻ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട മേഖല, ഏതാണ് അപ്രസക്തം എന്നൊക്കെ സെന്റിമെന്റലായി ചിന്തിക്കാതെ മറിച്ച് കാര്യകാരണ സഹിതം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനും തീരുമാനമെടുക്കുന്നവനുമായി മാറാൻ അയാളെ സഹായിക്കുന്നു. അയാളാണ് യുക്തിഭദ്രമായി ചിന്തിക്കുന്നവൻ, അയാളാണ് നീതിനിഷ്ഠമായി ചിന്തിക്കുന്നവൻ, ഓപ്പൺ മൈൻഡഡ് ആയി പ്രവർത്തിക്കുന്നവൻ, ഒബ്ജക്റ്റീവായിട്ട്. അതായത് ഒരു ഒബ്ജക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, മമതയോടുകൂടി നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം നോക്കി പോവുകയല്ല, മറിച്ച് വസ്തുതകളെ പഠിച്ച് മനസ്സിലാക്കി പെരുമാറുകയാണ്. അതാണ് വിമർശന ചിന്ത. ദസ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് അസ് ഇംപ്രൂവ് അവർ അക്കാഡമിക് പെർഫോമൻസ്. നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ഇത് നമ്മളെ സഹായിക്കും. ഇത് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിനും ഹാർഡ് വർക്കും നമ്മളിൽ രൂപപ്പെടുത്താനും ഇത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ വിമർശന ചിന്ത കൊണ്ട് ഉള്ള ഗുണങ്ങളാണ് എന്ന് പറയുകയാണ്. ഇനി നമുക്കിതൊന്നുമല്ല പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ള നമ്മുടെ വിമർശന ചിന്ത നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ വിമർശന ചിന്തയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ചോദ്യം. വിമർശന ചിന്തയ്ക്കുള്ള ബാരിയേഴ്സ്, ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആൻഡ് അവർ വ്യൂ ഓഫ് ദ വേൾഡ്. സമൂഹത്തിന്റെ ഒരു ബ്രെയിൻ വാഷിംഗ് ഉണ്ട്. സമൂഹം നമ്മളുടെ തലച്ചോറിനെ
അതായത് സാമൂഹ്യ മസ്തിഷ്ക പ്രക്ഷാളനം എന്നാണ് മലയാളത്തിൽ അതിന് പറയുക. സമൂഹം നമ്മുടെ തലച്ചോറിനെ അതിൻ്റെതായ ഒരു സോപ്പിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ കാഴ്ചപ്പാട് ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ രൂപപ്പെട്ടു? നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ മതം, നമ്മുടെ അധ്യാപകർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയ സിനിമാ താരങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഒരു കുറെ നല്ല മാതൃകകൾ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ട് എന്തിന് നമ്മൾ വായിക്കുന്ന പത്രങ്ങളും ടിവിയും മാധ്യമങ്ങളും ഈവൻ ചാനലുകളും അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ അടക്കം നമ്മുടെ തലച്ചോറിനെ പുതിയ പുതിയ രാസവസ്തുക്കൾ കൊണ്ട് കഴുകുകയാണ്. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയും തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ട് വലിയ സ്വാധീനമാണ്. ദീസ് തിങ്സ് exercise a great control on our thoughts and hinder free and critical thinking. ഇത് നമ്മുടെ സ്വതന്ത്രമായ ചിന്തയെ, ഫ്രീ തിങ്കിങ്ങിനെ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ തടസ്സപ്പെടുത്തുന്നു. അതാണ് സോഷ്യൽ ബ്രെയിൻ വാഷിങ്. അത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്ന സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആണ് എന്ന് പറയാൻ സാധിക്കും. സോ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ് അത് എന്നുള്ള ഭാഗം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ബാരിയേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ബൈനറീസ് ആയി ചിന്തിക്കുന്ന ഒരു പ്രവണത ലോകത്തിൽ എല്ലാവർക്കും ഉണ്ട്. അതായത് കറുപ്പുണ്ടെങ്കിൽ വെളുപ്പുണ്ട്, ഒന്നല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, എന്നാൽ ഒന്നല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കേട്ടോ. ഒന്നല്ലെങ്കിൽ അയാൾ സത്യസന്ധനാണോ? അല്ല എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അയാള് നുണയനാണ് എന്ന് ചിന്തിക്കും, അല്ലെങ്കിൽ അയാൾ നുണയനാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം ഇത് രണ്ടും അല്ല. മനുഷ്യൻ എന്ന് പറയുന്ന സമ്പൂർണ്ണ നന്മയോ സമ്പൂർണ്ണ തിന്മയോ അല്ല, പൂർണ്ണ ദുഷ്ടനുമല്ല പൂർണ്ണ ശിഷ്ടനുമല്ല. പിന്നെയോ എന്താണ്? കുറെ നന്മയുടെയും കുറെ തിന്മയുടെയും ഒക്കെ ഒരു സമ്മിശ്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയും അതായത് എക്സാക്ട് ബ്ലാക്കും അല്ല എക്സാക്ട് വൈറ്റുമല്ല, അതിൻ്റെ ഇടയ്ക്ക് കുറെ ഗ്രേയുടെ പല ഷെയ്ഡുകളും കൂടിയാവാം മനുഷ്യൻ എന്ന് ചിന്തിക്കാൻ കഴിയണം. അല്ലാതെ ദ്വന്ദ്ങ്ങളായി മാത്രമാണ് ഒന്നല്ലെങ്കിൽ ഒബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ പിന്നെ സബ്ജക്റ്റീവ്. അല്ല, ഒബ്ജക്റ്റീവ് പൂർണ്ണമായ ഒബ്ജക്റ്റീവ് എന്ന് ആകാൻ ആർക്ക് കഴിയും? എന്താണ് ഒബ്ജക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ? വസ്തുതയായി മാത്രം കാണുക, നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളൊക്കെ ഒരു വശത്തോട്ട് മാറ്റിവെക്കുക. ഇതാണ് ഒബ്ജക്റ്റീവായി കാര്യങ്ങളെ കാണുക എന്ന് പറയുന്നത്. എന്നാൽ സബ്ജക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സബ്ജക്റ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് അർത്ഥം. കണ്ടോ? അപ്പൊ ഒബ്ജക്റ്റീവ് ആണോ? അല്ല എങ്കിൽ പിന്നെ സബ്ജക്റ്റീവ് ആണ് എന്ന് ചിന്തിക്കുന്ന പ്രവണത. ഇതാണ് ദ്വന്ദ്ങ്ങളായി കാണുക. ദ്വന്ദ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറീസ്, എ ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്. അത് നമ്മുടെ മനസ്സിൽ പണ്ടുകാലം മുതലേ, കുട്ടിക്കാലം മുതലേ ഉള്ള അയാൾ സുന്ദരനാണോ? അല്ല, അപ്പൊ വിരൂപനാണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയല്ല, സൗന്ദര്യത്തിന്റെ തികവുമല്ല എന്നാൽ വിരൂപവുമല്ല, ഒരു ആവറേജ് പേഴ്സണും ആകാമല്ലോ, അങ്ങനെയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പക്ഷെ ബൈനറീസ് ആയിട്ട് ചിന്തിച്ച് ഇങ്ങനെ ശീലിച്ചേക്കണോണ്ട് ഇതല്ലെങ്കിൽ പിന്നെ അതായിരിക്കും എന്നങ്ങ് ജഡ്ജ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ട്, കുട്ടിക്കാലം മുതലേ ഉള്ളതാണ്. ഇത് നമ്മുടെ വിമർശന ചിന്തയ്ക്ക് ഒരു തടസ്സമാണ്. ഇങ്ങനെ മനസ്സിൽ കുട്ടിക്കാലം മുതലേ ബൈനറീസ് ആയിട്ട് തിങ്ക് ചെയ്യണ പ്രവണത തലച്ചോറിൽ കിടക്കുന്നത് നമ്മുടെ ശരിയായ വിമർശന ചിന്തയ്ക്ക് തടസ്സമാണ്. ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. ദിസ് ബാരിയർ ക്യാൻ ബി ഓവർകം ഇഫ് വി ആർ കൺവിൻസ്ഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ വേൾഡ്ലി ഫിനോമിന കനോട്ട് ബി റെഡ്യൂസ്ഡ് ടു സച്ച് ഡ്യുവലിസംസ്. ഈ ലോകത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം ഇങ്ങനെ വെറും ഡ്യുവലിസം മാത്രമായി കാണുക എന്നത് ശരിയല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, ഇത് എത്രയും ആണ്. ഇതിനെക്കുറിച്ച് 2 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ബാരിയറാണ്. 2, ടെൻഡൻസി ടു തിങ്ക് ഇൻ ബൈനറീസ്. 3, ഫിയേഴ്സ് റിഗാർഡിങ് ഫ്രീ തിങ്കിങ്. സ്വതന്ത്രമായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള പേടി. അതെ, അതായത് നമ്മുടെ പാരൻസിന് ഇഷ്ടപ്പെടുമോ നമ്മൾ ചിന്തിക്കുന്ന സ്വതന്ത്ര ചിന്തയൊക്കെ? നമ്മുടെ ടീച്ചേഴ്സിന് എതിരാകുമോ? നമ്മുടെ മതത്തിന് എതിരാകുമോ? നമ്മുടെ രാഷ്ട്രീയ ഗുരുക്കന്മാർക്ക് എതിരാകുമോ എന്നുള്ള ചിന്തയുണ്ടല്ലോ. ഇതൊക്കെ ഫ്രീ തിങ്കിങ്ങിന് നിന്ന് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന കുറെ സോഷ്യൽ കണ്ടീഷൻസ് ആണെന്ന് പറയാം. അതായത് നമ്മള് എല്ലാവരും എന്താണ്, ബീച്ച് ആൻഡ് ട്രാക്കിലൂടെ പോകാൻ ശീലിച്ചവരാണ്. അതായത് തെളിച്ച വഴിയിലൂടെ പോകാൻ ശീലിച്ചവരാണ്. കാരണം വെറുതെ എന്തിനാ എല്ലാവരുടെയും അപ്രീതി ഇടുന്നത്, വെറുതെ എന്തിനാ കുറെ ശത്രുക്കളെ ഉണ്ടാക്കുന്നത് എന്ന ചിന്തയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ബീച്ച് ആൻഡ് ട്രാക്കിലൂടെ പോയില്ലെങ്കിൽ കൂടുതൽ എനിമീസ് ഉണ്ടാകും, കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നത് ഒരു വസ്തുതയാണ്. അതിനെ നേരിടാൻ ചിലപ്പോൾ നമുക്ക് കരുത്തുണ്ടാകണമെന്നുമില്ല. പക്ഷേ എങ്കിലും ഇതൊക്കെ അതായത് ഭവിഷ്യത്തുകളെ ഭയന്നുകൊണ്ട് വിമർശന ചിന്തയെ മാറ്റിവെക്കുന്നത്. ദെൻ ഈഗോസെൻട്രിസം എന്ന് പറയുന്നതും ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഒരു ബാരിയർ
പറയുന്നത്. അതായത് എവറി പേഴ്സൺ ഹാസ് എ ടെൻഡൻസി ടു ഇമാജിൻ ദാറ്റ് ഹി ഈസ് ദ സെന്റർ ഓഫ് ദി യൂണിവേഴ്സ്. ഞാനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് ചിന്തിക്കാനുള്ള പ്രവണത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്നെ ചുറ്റിപ്പറ്റിയാണ് ലോകം ഇരിക്കുന്നത് എന്ന ചിന്ത എനിക്ക് ചുറ്റും എൻ്റെ സഹപാഠികൾ, എൻ്റെ അധ്യാപകർ ഒക്കെ അവരെ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ, അതായത് നമ്മളിലൂടെയാണ് ലോകത്തെ കാണാൻ. മോസ്റ്റ് പീപ്പിൾ ഹാവ് ഓൺലി പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഓഫ് ദ വേൾഡ്. അവരിലൂടെ മാത്രമല്ല ലോകത്തെ കാണേണ്ടത്, ഭൂരിഭാഗം ആ സ്വന്തമായ പേഴ്സ്പെക്റ്റീവിലൂടെയല്ല ലോകത്തെ കാണേണ്ടത്. ഇങ്ങനെ നമ്മൾ കാണാനായിട്ട് തുടങ്ങുമ്പോൾ ദിസ് പ്രിവെന്റ്സ് us ഫ്രം ലുക്കിംഗ് ഫ്രം അറ്റ് ദ വേൾഡ് ഫ്രം വേരിയസ് ആംഗിൾസ്. ലോകത്തെ പല ആംഗിളുകളിൽ നിന്ന് നമ്മൾ നോക്കി കാണണം. നമ്മുടെ ആംഗിളിലൂടെ മാത്രം നോക്കി പോകുന്ന ശീലം തെറ്റാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് യഥാർത്ഥ ജഡ്ജ്മെന്റ് പോസിബിൾ ആവില്ല. അവർ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് അവർ എക്സ്പീരിയൻസസ് ഓൾസോ മേക്ക് us incapable of viewing things objectively and critically. നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങള്, നമ്മുടെ വ്യക്തിപരമായ ചിന്താഗതികള് ഒബ്ജക്റ്റീവായി കാര്യങ്ങളെ നോക്കുന്നതിൽ നിന്ന് നമ്മളെ ഇൻകേപ്പബിൾ ആക്കുന്നു എന്ന് പറയാം. അപ്പോ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കർ ആവണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഈ ബാരിയേഴ്സിനെ, മനഃശാസ്ത്രപരമായ ഈ തടസ്സങ്ങളെ, ഈ സോഷ്യോളജിക്കലായിട്ടുള്ള ഈ ബാരിയേഴ്സിനെ ഒക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ കഴിയണം. എങ്കിൽ മാത്രം അതിനെയൊക്കെ തച്ചുടയ്ക്കാൻ കഴിയണം. ഷാറ്റർ എന്ന ഇംഗ്ലീഷ് വേർഡാണ്. അതായത് ഇതിനൊക്കെ ഷാറ്റർ ചെയ്യാൻ കഴിയണം. കുപ്പിച്ചില്ല് പോലെ പൊട്ടി തകർക്കുക എന്നാണ് ഷാറ്റർ എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അതിന് നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് പോസിബിൾ ആവുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, വിമർശന ചിന്തയെ തടസ്സപ്പെടുത്തുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ബാരിയറുകൾ ഏതൊക്കെയാണ്? ഒന്ന്, സാമൂഹ്യ മസ്തിഷ്ക പ്രക്ഷാളനവും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്. രണ്ട്, ബൈനറീസായി തിങ്ക് ചെയ്യാനുള്ള നമ്മുടെ ഒരു പ്രവണത, വാസന. മൂന്ന്, സ്വതന്ത്ര ചിന്തയെക്കുറിച്ചുള്ള ഭയം. സ്വതന്ത്ര ചിന്ത പ്രോത്സാഹിപ്പിച്ച് സ്വതന്ത്രമായി ചിന്തിച്ച് വെറുതെ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നുണ്ട്. പഴകിയ പല ചിന്താഗതികളെ മാറ്റിമറിക്കാൻ പുതിയ വിപ്ലവകരമായ ആശയങ്ങളൊന്നും പറഞ്ഞ് കൊളാക്കണ്ട എന്നുള്ള ചിന്താഗതി. ഇനി ഞാനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന വിദ്യാധാരണയോടുകൂടി കാര്യങ്ങളെ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ഓൺ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വീക്ഷണകോൺ, കാഴ്ചപ്പാട് നോക്കുന്ന രീതി, ഇതൊക്കെ വിമർശന ചിന്തയ്ക്ക് തടസ്സമാണ്. ഇതൊക്കെ ബാരിയേഴ്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന ക്വസ്റ്റ്യൻ എന്നാൽ ഈ 4 പോയിന്റ്സും ആൻസർ ആയിട്ട് തന്നെ എഴുതണം എന്നതാണ് പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ബാക്കി അടുത്ത, ഇത് വീഡിയോ 1, ഇനി വീഡിയോ 2 ബാക്കി.